ഹലോ ഫ്രണ്ട്സ്, 2024 മലയാളത്തിൽ ഇറങ്ങിയ ഒരു മനോഹരമായിട്ടുള്ള ചിത്രമായിരുന്നു പല്ലുട്ടി 90s കിഡ്സ് എന്ന് പറയുന്ന ചിത്രം. ഒരു പക്ഷേ 90s കിഡ്സിന് മാത്രമല്ല 80s കിഡ്സിനും 70s കിഡ്സിനും ഒക്കെ ആസ്വദിക്കാനാവുന്ന, അല്ലെങ്കിൽ അവരുടെയൊക്കെ ബാല്യകാലവുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന മനോഹരമായിട്ടുള്ളൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു അത്. പക്ഷേ ഈ പടം ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകരും വിമർശകരും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞുവെങ്കിലും എന്തുകൊണ്ടോ അത്ര വലിയ ഓളമൊന്നും തിയേറ്ററിൽ സൃഷ്ടിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളുടെ പടം എന്ന രീതിയിൽ മുതിർന്ന ആളുകൾ ഇതിനെ അവഗണിച്ചുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഈ ചിത്രം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ചിത്രത്തിൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു രംഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എത്രമാത്രം എൻ്റെ മനസ്സിനെ സ്പർശിച്ചു എന്നതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ ചിത്രത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ആ ഒരു സീൻ തന്നെയാണ്. കഥ ആരംഭിക്കുന്നത് ഇന്നത്തെ കൊച്ചിയിൽ. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഉണ്ണി തൻ്റെ നാട്ടിലേക്ക് എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് ഒരു വിദേശ ബൈക്കിൻ്റെ ഷോറൂമിൽ കയറി വില കൂടിയ പുതിയൊരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് മേടിച്ച് ആ ബൈക്കിലാണ് അവൻ നാട്ടിലേക്ക് മടങ്ങുന്നത്. ആ യാത്രയിൽ അവൻ്റെ മനസ്സ് കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് തിരിച്ചു നടക്കുകയാണ്. 1990കളിലെ കേരളമാണ്. സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്ത ഒരു കാലം. ചെറു ഗ്രാമത്തിൻ്റെ വഴികളിലും കളിസ്ഥലങ്ങളിലും സൗഹൃദവും ബാല്യത്തിൻ്റെ നിറങ്ങളുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടം. അവൻ്റെ ബാല്യകാല സുഹൃത്ത് കണ്ണൻ, ഒരുപക്ഷെ സുഹൃത്ത് എന്നതിലുപരി അവൻ ജ്യേഷ്ഠതുല്യനായി കണ്ടിരുന്ന കണ്ണേട്ടൻ്റെ ഒപ്പം ചെലവഴിച്ചിരുന്ന ആ നാളുകളായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അങ്ങനെ നാട്ടിലെത്തിയ ഉണ്ണി തികച്ചും ഒരു നാടകീയമായ രീതിയിൽ ഈ ബൈക്ക് കണ്ണന് കാണിച്ചു കൊടുക്കുന്നു. കണ്ണൻ ആ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. കണ്ണൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു അത്തരം ഒരു ബൈക്ക്. ഇത് ഉണ്ണിയുടെ സ്വന്തം ബൈക്കാണെന്ന് കണ്ണന് മനസ്സിലായി. ഡാ ഉണ്ണി, ഇത് നിന്റെ വണ്ടിയാ? ഇത് കേട്ട് ഉണ്ണി പറയുന്ന ഒരു മറുപടി ഉണ്ട്. കണ്ണൻ ചേട്ടാ, ചേട്ടൻ കേട്ടിട്ടില്ലേ, നമ്മുടെ നാടും ഭാഷയും അച്ഛനും അമ്മയും അങ്ങനെ നമ്മളുടെ തീരണമൊന്നും നമ്മൾ തിരഞ്ഞെടുക്കണമല്ലെന്ന്. പക്ഷെ കൂട്ടുകാരന്മാരെ മാത്രം നമ്മളെ തിരഞ്ഞെടുക്കണേന്ന്. അത് വെറുതെ വരണമാണ് ചേട്ടാ, അതും ദൈവം തരണ തന്നെയാണ്. എനിക്ക് കണ്ണൻ ചേട്ടന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ണൻ ചേട്ടന് വേണ്ടി വാങ്ങിയ വണ്ടിയാ. എനിക്കാ? നിനക്ക് വട്ടായി ഉണ്ണി. എനിക്ക് നാട്ടിൽ കൂടി ഓടിച്ചെടുക്കാൻ വേണ്ടി ഇത്രയും വിലയുള്ള വണ്ടിയാ നീ പോയേ വെറുതെ. പണ്ടു ചാലക്കുപ്പി തോളയിട്ട് ചെരുപ്പ് വെട്ടിണ്ടാക്കി തന്നെ വണ്ടിയുടെ അത്രയും വിലയൊന്നുമില്ല ഇതിന്. ആ കളിവണ്ടിയുടെ കഥ എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ ഉണ്ണിയുടെ ഒരു പിറന്നാൾ ദിവസം രാവിലെ ഉണ്ണിയെ കാണാൻ കണ്ണൻ വരുന്നത് ഒരു കളിവണ്ടി ഉണ്ടാക്കിയിട്ടാണ്. ഉജാലക്കുപ്പിക്ക് തുളയിട്ട് ചെരുപ്പ് വെട്ടിയെടുത്ത് ചക്രങ്ങൾ പിടിപ്പിച്ച ആ വണ്ടി ഉണ്ണിക്ക് പിറന്നാൾ സമ്മാനമായി കൊടുക്കാനാണ് കണ്ണൻ കൊണ്ടുവന്നത്. ആ പിറന്നാൾ സമ്മാനം ഉണ്ണിക്ക് വളരെ ഇഷ്ടമായി. ആകാംക്ഷയോടും അതിലേറെ അത്ഭുതത്തോടും കൂടെ ആ വണ്ടി ഉണ്ണി കയ്യിലെടുക്കുന്നു. ഏറ്റവും അമൂല്യമായതൊന്ന് കയ്യിൽ കിട്ടിയ അത്രയും സന്തോഷമായിരുന്നു ഉണ്ണിക്കന്ന്. പക്ഷേ അതുകൊണ്ടൊന്നല്ല ഈ ചിത്രം നമ്മളെ ഇമോഷണലാക്കുന്നത്. കൂട്ടാന് കൊടുക്കാൻ കളിവണ്ടി ഉണ്ടാക്കിയതിന് പിന്നിൽ ഒരു വേദനയുടെ കഥയുണ്ട്. കണ്ണൻ ചെയ്ത ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥ. കാരണം ഈ കണ്ണന് അവൻ്റെ അമ്മ ആറ്റുനോറ്റ് മോഹിച്ച് മേടിച്ചു കൊടുത്ത ഒരു ചെരുപ്പുണ്ടായിരുന്നു, ഒരു സ്ലിപ്പർ ചെരുപ്പ്. ഈ കളിവണ്ടിക്ക് ചക്രം ഉണ്ടാക്കുന്നതിന് വേറെ ഒന്നും കിട്ടാണ്ടായപ്പോൾ ആ ചെരുപ്പിൽ നിന്ന് ചക്രങ്ങൾ മുറിച്ചെടുത്താണ് കണ്ണൻ ഉണ്ണിക്കായിട്ട് ആ കളിവണ്ടി നിർമ്മിച്ചത്. പക്ഷെ അവൻ അത് ആരോടും പറഞ്ഞില്ല. അവൻ ആ ഓട്ടയുള്ള ചെരുപ്പ് ഇട്ട് തന്നെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം യാദൃശികമായിട്ട് അവൻ കാല് തെറ്റി വീഴുന്ന സമയത്ത് ചെരുപ്പിൽ നിന്ന് കാല് ഊർന്നു മാറിയപ്പോൾ അവിടെയുള്ള എല്ലാവരും കണ്ടു അവൻ്റെ ഓട്ടയായിട്ടുള്ള ചെരുപ്പ്. എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഓട്ടയുള്ള ആ ചെരുപ്പ് ഉണ്ണി നിലത്തു നിന്ന് എടുക്കുന്നു. അതിൻ്റെ ചക്രങ്ങൾ മുറിച്ചെടുത്ത് ആ ദ്വാരം നോക്കുന്നു. അവൻ അതിലൂടെ കണ്ണനെ കാണുന്ന ഒരു രംഗമുണ്ട്. ചമ്മിയ ചിരിയോടെ ഇരുന്ന് എല്ലാവരെയും നോക്കുന്ന കണ്ണനെ ആ സമയത്തെ ആ നിഷ്കളങ്കമായ ചിരി മാത്രം മതി അവൻ്റെ ഉള്ളിലെ സൗഹൃദത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ. അതാണ് ഈ സമയത്ത് വില കൂടിയ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് കൊടുത്തുകൊണ്ട് ഉണ്ണി കണ്ണേട്ടനോട് പറയുന്നത്, കണ്ണേട്ടൻ എനിക്ക് തന്ന ആ കളിവണ്ടിയുടെ അത്ര വലുപ്പമൊന്നും ഇതിനില്ല എന്ന്.